ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. വിക്കറ്റ് കീപ്പറായും ഓപ്പണറായും മുഖ്യ പരിഗണന നിലവിൽ ലഭിച്ചിരിക്കുന്നത് സഞ്ജു സാംസണാണ്. കഴിഞ്ഞ വർഷം ഗംഭീർ സഞ്ജുവിന് T20 ഓപ്പണർ സ്ഥാനമാണ് നൽകിയിരുന്നത്. 3 സെഞ്ചുറികളോടെയാണ് സഞ്ജു കളിച്ചിരുന്നത്. ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടിയ സഞ്ജു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പേസ് പിച്ചിൽ 2 തുടർ സെഞ്ചുറികളാണ് സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു സാംസൺ സെഞ്ചുറിയോടെ വീണ്ടും കയ്യടി നേടുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ വീക്ഷിക്കുന്നത്. പക്ഷേ സഞ്ജുവിന് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്നതിൽ സംശയമില്ല. എന്നാൽ ഇന്ത്യയുടെ സെഞ്ചുറി നേട്ടക്കാരിൽ 5 നേടിയ രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പം എത്താൻ സഞ്ജുവിനാകുമോ എന്ന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു തിളങ്ങാൻ സാധ്യത വളരെയധികം കുറവാണ്. ഇതിന് നിരവധി കാരണങ്ങളുമുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മിന്നും പ്രകടനത്തിന് ശേഷം സഞ്ജു സാംസൺ കേരളത്തിനായി കളിച്ചിരുന്നു. സെയ്ദ് മുഷ്തഖ് അലി ട്രോഫിയിൽ കളിച്ച സഞ്ജുവിന് പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ ഇതിലൂടെ കഴിഞ്ഞിരുന്നുമില്ല. കേരളത്തിനായും കളിച്ച സഞ്ജു നിരാശപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. സ്ഥിരതയോടെ കളിക്കാൻ അദ്ദേഹത്തിന് അന്ന് കഴിഞ്ഞില്ല. പിന്നീട് സഞ്ജു വിശ്രമത്തിലാണിപ്പോൾ. ഇപ്പോൾ വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് സഞ്ജു ഇംഗ്ലണ്ട് പരമ്പരയിൽ കളിക്കാനായി ഇറങ്ങുന്നത്. സഞ്ജുവിന് പെട്ടെന്ന് തന്നെ ഫോമിലെത്താൻ സാധിക്കുമോ എന്നത് മുന്നോട്ട് കണ്ടറിയേണ്ട കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിന് മികച്ച പ്രകടനം കാഴ്ചവെക്കുക വളരെയധികം പ്രയാസമാണ്. ഇന്ത്യയുടെ മാച്ച് വിന്നർ ആവാൻ സഞ്ജുവിന് സാധിക്കുമെന്നാണ് എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും സഞ്ജു മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. എന്നാൽ 2 ടീമിൻ്റെയും ബൗളിംഗ് കരുത്ത് അത്ര ശക്തമായിരുന്നില്ല എന്നതാണ് വസ്തുത. അതിനാൽ ഉയർന്ന വെല്ലുവിളികളെയും മറികടക്കാൻ കഴിവുള്ള കളിക്കാരനാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ 5 മത്സര പരമ്പര സഞ്ജു ഉപയോഗിക്കുമെന്ന് പറയാം. ഓപ്പണർ സ്ഥാനം നോട്ടമിട്ട് പല പ്രമുഖരും പുറത്തു നിൽക്കുന്നുണ്ട്. ഇഷാൻ കിഷൻ, ഋതുരാജ്, ശുഭ്മാൻ ഗിൽ എന്നിവരെല്ലാം ഓപ്പണർ സ്ഥാനം നോട്ടമിടുന്ന കളിക്കാരാണ്. അഭിഷേക് ശർമ്മയ്ക്ക് സ്ഥിരതയോടെ കളിക്കാനാവാത്ത സാഹചര്യത്തിൽ സഞ്ജുവിന് മുകളിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാകുമെന്നതിലും സംശയമില്ല. എങ്ങനെയാകും സഞ്ജുവിന്റെ പ്രകടനം എന്നത് വരും മത്സരങ്ങളിൽ കാത്തിരുന്ന് കാണാം.